ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി രമേശ് ചെന്നിത്തല ചുമതല ഏറ്റെടുത്ത സമയം മുതൽ വലിയ മാറ്റമാണ് പോലീസിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായും ആദ്യം നടപ്പിലാക്കിയ തൂഫാനാണ്. അത് സമൂഹമാകെ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ, അത് എൻ്റെ പോലീസ് സ്റ്റേഷൻ എന്നൊരു പദ്ധതിയിലേക്ക് കൂടി അത് നടപ്പിലാക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, സാർ, എങ്ങനെയാണ് എൻ്റെ പോലീസ് സ്റ്റേഷൻ എന്നൊരു ആശയത്തിലേക്ക് എത്തിയത്? എന്തൊക്കെയാണ് എൻ്റെ പോലീസ് സ്റ്റേഷനിൽ സാധാരണക്കാർക്ക് ലഭിക്കുന്നത്? എൻ്റെ പോലീസ് സ്റ്റേഷൻ എന്നുള്ളത് സേവനങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കാനാണ്, പോലീസിനെ ജനാധിപത്യവൽക്കരിക്കാനാണ്. പോലീസ് ഒരിക്കലും ജനങ്ങൾക്ക് എതിരായി നിൽക്കുന്ന സേനയല്ല, ജനങ്ങളോടൊപ്പം നിൽക്കുന്ന സേനയാണ്. പലപ്പോഴും ആളുകൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാൻ പേടിയുണ്ട്. യഥാർത്ഥത്തിൽ കുറ്റം ചെയ്തവർ മാത്രം പേടിച്ചാൽ മതി. കുറ്റം ചെയ്യാത്തവർ പോലീസ് സ്റ്റേഷനിൽ പേടിക്കേണ്ട കാര്യമില്ല. അവർക്ക് പല കാര്യങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വരും. ചിലപ്പോൾ ചിലർക്ക് PCC വേണ്ടി വരും, ചിലർക്ക് FIRൻ്റെ കോപ്പി വേണ്ടി വരും, പല കാര്യങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വരും. അങ്ങനെ പോകുമ്പോൾ ഒരിക്കലും അവരോട് മോശമായി പെരുമാറാൻ പാടില്ല. അവരെ ഇരുത്തി സംസാരിക്കണം, അവരോട് നല്ല സൗഹൃദം കാണിക്കണം, അവർക്ക് വേണ്ട കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തു കൊടുക്കണം. ഇന്നിപ്പോൾ നമുക്കറിയാം, സാങ്കേതിക വിദ്യ വളരെ വളർച്ച പ്രാപിച്ചൊരു കാലമാണ്. വേഗത്തിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് പോലീസിനെ കൂടുതൽ ജനാധിപത്യവൽക്കരിക്കാനും വികസിത രാജ്യങ്ങളിലെ പോലീസിൻ്റെ തലത്തിലേക്ക് പോലീസിനെ കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിൻ്റെ തുടക്കമാണിത്, മൈ പോലീസ് സ്റ്റേഷൻ. അപ്പോൾ അങ്ങനെ പോലീസ് സ്റ്റേഷൻ സംവിധാനം ഉണ്ടായാൽ അത് ജനങ്ങൾക്ക് കൂടുതൽ പ്രയോജനപ്പെടും. ഇപ്പോൾ തന്നെ കേരള പോലീസ് ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസുകളിലൊന്നാണ്. നമുക്കറിയാം, പല പോലീസ് സ്റ്റേഷൻ ചെല്ലുമ്പോൾ അവിടെ എല്ലാം തുരുമ്പും പഴയ വാഹനങ്ങളും മണലോറികളും ഒക്കെ വന്നിങ്ങനെ കിടക്കുകയാണ്. ഇപ്പം അതെല്ലാം മാറ്റി. കേസുള്ളത് കോടതി പോയി കേസ് സ്പീഡപ്പ് ചെയ്ത് അത് ഡിസ്പോസ് ചെയ്യാൻ, ഈ തുരുമ്പെല്ലാം ഡിസ്പോസ് ചെയ്യാൻ, പഴുതാരിയും പാമ്പുമായിരുന്നു പല പോലീസ് സ്റ്റേഷൻ, എല്ലാം മാറ്റി വൃത്തിയാക്കി. ഇന്ന് പോലീസ് സ്റ്റേഷൻ ഒരേ പെയിൻറ്റ്, ഒരേ രീതി, ഒരേ സംവിധാനത്തോടു കൂടി ജനങ്ങൾക്ക് ചെന്നാൽ ന്യായവും നീതിയും കിട്ടുന്ന ഒരിടമായി കേരള പോലീസിനെ സ്റ്റേഷനുകളെ മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇപ്പോൾ നമുക്കറിയാം, നമ്മളെല്ലാവരുടെയും മൊബൈലുണ്ട്. മൊബൈൽ ഫോൺ അടക്കം പോയാൽ നമ്മൾ ആദ്യം പോകുന്നത് പോലീസ് സ്റ്റേഷനിൽ പരാതികളാണ്. അതേപോലെ തന്നെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമ്മൾ ആദ്യം പോലീസ് സ്റ്റേഷൻ എവിടെയാണെന്ന് അന്വേഷിക്കുന്നത്. ഇതൊരു കുറച്ചുകൂടി ജനകീയമാകുമ്പോൾ കൂടുതൽ ജനങ്ങളിലേക്ക് ഈ സംവിധാനം എത്തുകയും അവർക്ക് കുറച്ചുകൂടി ആശ്വാസകരമായ രീതിയിലുള്ള പ്രവർത്തനം പോലീസ് സ്റ്റേഷൻ ഭാഗത്ത് ലഭിക്കില്ല. തീർച്ചയായിട്ടും. ഇപ്പോൾ ചിലർ പെറ്റീഷൻ അയക്കുന്ന വാട്സാപ്പിലൂടെ മെസ്സേജ് അയക്കുന്നുണ്ട്, അത് ഞങ്ങൾ പരിശോധിക്കാൻ പറയുന്നുണ്ട്. ഇപ്പോൾ ആളുകൾ നേരിട്ട് പോകാതെ തന്നെ സേവനങ്ങൾ ലഭ്യമാകുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലേക്ക് നമ്മുടെ പ്രവർത്തനം അപ്ഗ്രേഡ് ചെയ്യുകയാണ്. അത് നല്ല നിലയിൽ പോകും. അതുകൊണ്ടാണ് മൈ പോലീസ് സ്റ്റേഷൻ. ഓരോ വ്യക്തിക്കും തോന്നണം ഇതെൻ്റെ പോലീസ് സ്റ്റേഷനാണ്, ഓരോ പോലീസുകാർക്കും തോന്നണം ഇതെൻ്റെ പോലീസ് സ്റ്റേഷനാണ്. അപ്പോൾ ജനസൗഹൃദ പോലീസ് സ്റ്റേഷനുകളായി പോലീസ് സ്റ്റേഷനുകളെ രൂപാന്തരപ്പെടുത്തുന്ന പ്രവർത്തനത്തിൻ്റെ തുടക്കമാണിത്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ പല സമയങ്ങളിലായി ഈ കുട്ടികൾക്ക് സൗഹൃദമാക്കണം, സ്ത്രീ സൗഹൃദമാക്കണം, ഒപ്പം തന്നെ വയോജനങ്ങൾക്ക് സൗഹൃദമാക്കണം എന്ന പല ഓർഡറുകളൊക്കെ ഉണ്ട്. ഇതെല്ലാം കൂടെ ഏകീകരിച്ചുകൊണ്ട് ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു എന്നാണോ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത? തീർച്ചയായിട്ടും. അതെല്ലാം ഒരു പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാകും. എല്ലായിടം പോകേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാ പോലീസ് സ്റ്റേഷനിൽ തന്നെ ഉണ്ടാകും. പോലീസിൽ നിന്ന് ലഭിക്കേണ്ട ഏത് സേവനവും ഒരു തൻ്റെ പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ കിട്ടുന്ന ആധുനിക സൗകര്യങ്ങളോട് കൂടിയ നടപ്പാക്കുന്നത്. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി SP വരെയുള്ളവർക്ക് ട്രെയിനിങ് നടക്കുകയാണ്. അപ്പം ഇതെല്ലാം അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഏറ്റവും നല്ല നിലയിൽ ഇപ്പോൾ സ്റ്റേഷൻ്റെ ചുമതല SIമാർക്ക് കൊടുത്ത്, CIമാർക്ക് സൂപ്പർവൈസറി ചുമതല കൊടുത്ത് 63 സ്റ്റേഷനിൽ വനിതകൾ SHOമാരാകുന്ന ഏറ്റവും സുപ്രധാനമായ നടപടിയാണ് മൈ പോലീസ് സ്റ്റേഷനിൽ കാണുന്നത്.